ഹായ് എവരിവൺ, നമുക്കെല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു തിങ്കറാണ് കാൾ മാർക്സ്. കാൾ മാർക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഡയലക്റ്റിക്സ് അതുപോലെ മെറ്റീരിയലിസം എന്നുള്ളത്. ഡയലക്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ് ഓഫ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ത്രൂ കോൺട്രഡിക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് എന്നുള്ളതാണ്. അതായത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും വിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥിതികളും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ പല രീതിയിലുള്ള കോൺട്രഡിക്ഷൻസും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഈ കോൺട്രഡിക്ഷൻസ് ആണ് ശരിക്കും ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു ആശയമാണ് ഡയലക്റ്റിക്സ് എന്നുള്ളതിൽ വരുന്നത്. മെറ്റീരിയലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംഫസിസ് ഓൺ ദി മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ് ആസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് എന്നുള്ളതാണ്. അതായത് ആശയങ്ങളാണോ മെറ്റീരിയൽ കണ്ടീഷൻസ് ആണോ ചരിത്രത്തിന് മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആശയങ്ങളല്ല, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. മെറ്റീരിയൽ കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ് മെറ്റീരിയലിസം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഡയലക്റ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിശദമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആശയമാണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നുള്ളത്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഹെഗൽ എന്നുള്ള സ്കോളറാണ്. അദ്ദേഹം പറയുന്നത് ചരിത്രത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, ചരിത്രം മുന്നോട്ട് പോകുന്നത് ഒരു ട്രിയാഡിക് പ്രോസസ്സിലൂടെയാണെന്നുള്ളതാണ്. അതായത് 3 കാര്യങ്ങളിലൂടെയാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ്. ഈ 3 കാര്യങ്ങൾക്കിടയിലുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഹെഗൽ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ഐഡിയ എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള ഒരു ആശയത്തിനെയാണ് തീസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻറ്റി തീസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ നിലവിലുള്ള ആശയത്തിനെ ഒപ്പോസ് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ഒരു ആശയം എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള ഒരു വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയെ എതിർക്കുന്ന മറ്റൊരു വ്യവസ്ഥിതി, അതാണ് ആൻറ്റി തീസിസ്. ഓക്കെ, അപ്പോൾ തീസിസ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള സിസ്റ്റം, നിലവിലുള്ള ആശയങ്ങൾ. ആൻറ്റി തീസിസ് എന്ന് പറയുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആശയങ്ങൾ, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന വ്യവസ്ഥിതി. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് രണ്ടിൻ്റെയും എലമെൻറ്റുകൾ കൂട്ടിച്ചേർന്നിട്ടുള്ള പുതിയൊരു സിസ്റ്റം ഉണ്ടാകുന്നു, പുതിയൊരു ആശയം ഉണ്ടാകുന്നു. അതിനെയാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നിലവിലുള്ള ആശയങ്ങളെ ഒപ്പോസ് ചെയ്യുന്ന ആശയങ്ങൾ വരുമ്പോൾ നിലവിലുള്ള ആശയങ്ങളും ഒപ്പോസ് ചെയ്ത് വന്ന ആശയവും കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാകുന്നതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചരിത്രത്തിലുടനീളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആശയതലത്തിൽ ഉണ്ടാകുന്ന കോൺട്രഡിക്ഷൻസും ആ കോൺട്രഡിക്ഷൻസിലൂടെ ഉണ്ടാകുന്ന സിന്തസിസുമാണ് ചരിത്രത്തിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിലവിലുള്ള ആശയത്തിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആശയം വരികയും അത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സിന്തസിസ് സംഭവിക്കുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഈ സിന്തസിസ് എന്നുള്ളത് പുതിയ തീസിസായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുതിയ തീസിസായിട്ട് മാറുമ്പോൾ വീണ്ടും അതേ പ്രോസസ്സ് തന്നെ നടക്കുന്നു. പുതിയ തീസിസ്, അതായത് നേരത്തെ ഉണ്ടായ സിന്തസിസ് ആണ് ഇപ്പോൾ തീസിസായിട്ട് വരുന്നത്. ഈ തീസിസിന് ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ള ആൻറ്റി തീസിസ് വരും, അത് കൂട്ടിച്ചേർന്ന് പുതിയൊരു സിന്തസിസ് ഉണ്ടാവും. ഈ ഒരു സൈക്ലിക്കലായിട്ടുള്ള പ്രോസസ്സിലൂടെ ആശയതലത്തിൽ ഉണ്ടാകുന്ന കോൺട്രഡിക്ഷൻസ് ആണ് ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ നേരത്തെ എന്താണ് ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് പുതിയ ചേഞ്ചസ്, പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഡയലക്റ്റിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഇവിടെ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. അതായത് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ ആശയങ്ങൾക്കിടയിലുള്ള ഇൻട്രാക്ഷൻ, ആശയങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ് പുതിയ റിയാലിറ്റി, പുതിയ സിന്തസിസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ സിന്തസിസ് തീസിസായി മാറുകയും അതിന് അഗെയിൻസ്റ്റ് വീണ്ടും ആൻറ്റി തീസിസ് വരികയും ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചരിത്രത്തിന് എന്താണ് ഡ്രൈവ് ചെയ്യുന്നത്, ചരിത്രത്തിന് മുന്നോട്ട് നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും ഈ വിരുദ്ധമായ ആ ആശയങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളുമാണ് എന്ന് ഒരു ഡയലക്റ്റിക്കൽ ഐഡിയലിസത്തിൻ്റെ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആൾ പറയും. ഓക്കെ, ഇനി മെറ്റീരിയലിസം എന്താണെന്ന് നോക്കാം. മെറ്റീരിയലിസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ആശയങ്ങളെക്കാൾ മെറ്റീരിയൽ റിയാലിറ്റിയാണ് ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ്. അതായത് ആശയങ്ങളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ ചരിത്രത്തിനെ നയിക്കുന്നു എന്ന് ഡയലക്റ്റിക്കൽ ഐഡിയലിസം പറയുന്നു. എന്നാൽ ആശയങ്ങളല്ല, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് കൂടുതൽ
ആളുകളുടെ ജീവിതത്തിനെയും സമൂഹത്തിനെയും സാമ്പത്തിക വ്യവസ്ഥിതിയൊക്കെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കണ്ടീഷൻസ് എന്താണോ, മെറ്റീരിയൽ കണ്ടീഷൻസിനനുസരിച്ച് അതിനകത്ത് വരുന്ന ചേഞ്ചസ് ആണ് ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് മെറ്റീരിയലിസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫ്യൂറബാഗ് എന്നുള്ള ഒരു സ്കോളറാണ് പ്രധാനമായിട്ടും മെറ്റീരിയലിസം എന്നുള്ള ഫിലോസഫി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്സ് ഹെഗലിൻ്റെ ഡയലക്റ്റിക്കൽ ഐഡിയലിസത്തിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഫ്യൂറബാഗിൻ്റെ മെറ്റീരിയലിസത്തിനെ കുറിച്ചും പഠിച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മാർക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹെഗൽ പറയുന്നത് ആശയങ്ങളിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് ചരിത്രത്തിന് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ഫ്യൂറബാഗ് പറയുന്നത് മെറ്റീരിയൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ചരിത്രത്തിന് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ മാർക്സ് പറയുന്നത് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആശയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ മെറ്റീരിയൽ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ്, എക്കണോമിയാണ്. എക്കണോമിയിൽ ഉണ്ടാകുന്ന ഒരു ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ്, ഈ ഹെഗൽ പറഞ്ഞ രീതിയിലുള്ള ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് എക്കണോമിയിൽ നടക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഹിസ്റ്ററി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മാർക്സിൻ്റെ ആശയം. അതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെഗലിൻ്റെ ഡയലക്റ്റിക്കൽ ഐഡിയലിസവും ഫ്യൂറബാഗിൻ്റെ മെറ്റീരിയലിസവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മാർക്സ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു ആശയം രൂപപ്പെടുത്തിയിട്ടുള്ളത്. മാർക്സ് പറയുന്നത് ആശയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റീരിയൽ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് മെറ്റീരിയൽ കണ്ടീഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെറ്റീരിയൽ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന കോൺട്രഡിക്ഷൻസിലൂടെയാണ് പ്രധാനമായിട്ടും ചരിത്രം മുന്നോട്ട് പോകുന്നത്. അതിൽ ആശയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് മാർക്സ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഇതാണ് എന്ന് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് മെറ്റീരിയൽ കണ്ടീഷൻസിൽ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ കണ്ടീഷന് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കണ്ടീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക, രണ്ട് കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു മെറ്റീരിയൽ കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാർക്സ് ചരിത്രത്തിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനമാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഈസ് എ interpretation of history that emphasizes the role of economic factors in ഷേപ്പിംഗ് ദി സൊസൈറ്റൽ ഡെവലപ്മെൻറ്റ്. മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം സൊസൈറ്റിയുടെ ബേസ് എക്കണോമിയാണ്, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് ബേസ്. ഈ മെറ്റീരിയൽ കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് കൊണ്ടാണ് ചരിത്രത്തിൽ ചേഞ്ചസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാർക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മാർക്സ് ചരിത്രത്തിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ചരിത്രത്തിലെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. പ്രിമിറ്റീവ് കമ്മ്യൂണിസം, സ്ലേവ് സൊസൈറ്റി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാർക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ള തിയറിയുടെ ബേസ് ഈ പറയുന്ന ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള കോൺസെപ്റ്റാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഡയലക്റ്റിക്കൽ ഐഡിയലിസം ഹെഗലിൻ്റെ കോൺസെപ്റ്റാണ്. മെറ്റീരിയലിസം എന്നുള്ളത് ഫ്യൂറബാഗിൻ്റെ കോൺസെപ്റ്റാണ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു ആശയം രൂപപ്പെടുത്തിയിട്ടുള്ളത്.